Welcome 7th standard children. This is the continuation of your history class, rulers and buildings, that is part 2. Now in the last class I have told you two technical and stylistic development. Adana onnu എന്താ പറഞ്ഞത്, വെയിറ്റ് ഓഫ് ദ സൂപ്പർ സ്ട്രക്ചർ അല്ലേ, ഒരു ഡോം ഷേപ്പ്, അതിൻ്റെ വെയിറ്റ് താങ്ങുന്ന അതൊരു ആർക്കിടെക്റ്റ് വർക്കാണത്, അതൊന്ന്. പിന്നെ ഡോം ഷേപ്പ്. പിന്നെ രണ്ടാമത്തെ ലൈം സ്റ്റോൺ സിമെൻറ്റ് ഉപയോഗിച്ചത് അല്ലേ, അതാണ് ടു ടെക്നോളജിക്കൽ സ്റ്റൈലിസ്റ്റിക് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. ലൈം സ്റ്റോൺ എന്ന് പറഞ്ഞാൽ ഒരു നല്ല ക്വാളിറ്റി സിമെൻ്റാണ്. അത് ഈ ചിപ്സ് ഓഫ് സ്റ്റോണിൽ മിക്സ് ചെയ്തിട്ട് ഒരു കോൺക്രീറ്റ് മാതിരി ഉപയോഗിച്ച് ബിൽഡിങ്സിൽ, അതാണ് അത് വരെയാണ് ഞാൻ കഴിഞ്ഞ ലെസണിൽ ഞാൻ എടുത്തത്. ടുഡേ ഐ എം ഗോയിങ് ടു ടേക്ക് അബൌട്ട് ബിൽഡിംഗ് ടെമ്പിൾസ്, മോസ്ക് ആൻഡ് ടാങ്ക്സ്. കണ്ടോ, ബിൽഡിംഗ് ടെമ്പിൾസ് ആൻഡ് മോസ്ക്. നൗ യു നോ ദറ്റ് എല്ലാ സ്ഥലത്തും നമ്മൾക്ക് ഹിസ്റ്റോറിക്കൽ പ്ലേസസ് എന്ന് പറയുന്നത് നമുക്ക് എന്താണ് പേര് കേട്ടത്? ഹിസ്റ്റോറിക്കൽ പ്ലേസ് ആണ് ടെമ്പിൾസും മോസ്കും ആണ്. അപ്പോൾ പണ്ടത്തെ രാജാക്കന്മാരൊക്കെ ദേ ടാർഗറ്റഡ് ഓൺ ബിൽഡിംഗ് ടെമ്പിൾസ് ആൻഡ് മോസ്ക്. എന്തുകൊണ്ടാ? ഒന്നാമത് അവരെ ഫെയിം, their fame, their devotion to God, ഇതൊക്കെ അറിയിക്കാനായിരുന്നു അവർ അതിലേക്ക് ടാർഗറ്റ് ചെയ്തത്. കണ്ടോ, ടെമ്പിൾസ് ആൻഡ് ബ്യൂട്ടിഫുള്ളി കൺസ്ട്രക്റ്റഡ് because they were the places of worship. They were also meant to എന്തുകൊണ്ട്? പിന്നെ വേറെ അടയാളമാണ് വെൽത്ത് ആൻഡ് ഡിവോഷനും കൂടെ അടയാളപ്പെടുത്താനാണ് അവരിതൊക്കെ ഇതിൽ കൂടുതൽ കേന്ദ്രീകരിച്ച ശ്രദ്ധ. So take the example of that Rajarajeshwara temple. Rajarajeshwara temple, in the last video I have explained to you all who built that. Rajarajadeva has built Rajarajeshwara temple. ഗോഡിൻ്റെ പേരോ രാജരാജേശ്വരം, ലോർഡ് ശിവ. കണ്ടോ, അപ്പോൾ കിങ്ങിൻ്റെ പേരും ഗോഡിൻ്റെ പേരും ഏകദേശം ഒന്ന്. കണ്ടോ, അത് എന്തുകൊണ്ടാണ്? ഡിഡ് യു ആൾ നോട്ടീസ് ദാറ്റ് the name of the king and the name of the god almost the same? Why? Because the king want to take the name of gods. ഗോഡിൻ്റെ പേര് അവർക്ക് എടുക്കണം, അതാണ്. ആൻഡ് ദേ വോണ്ട് ടു അപ്പിയർ ലൈക്ക് എ ഗോഡ്. അവർ പറയുന്നത് എന്താണ്? ഗോഡ് ഭൂമിയിൽ വന്നതാണെന്നുള്ളതാണ്. അങ്ങനെ ഇറ്റ് വാസ് ഓസ്പീഷ്യസ് ആൻഡ് ഹി വാണ്ടഡ് ടു അപ്പിയർ ലൈക്ക് എ ഗോഡ്. Though the rituals of worship in the temple one god, അതായത് വൺ ഗോഡ് എന്ന് പറയുന്ന രാജരാജദേവ, കിങ് ഓണേർഡ് another god, that is രാജരാജേശ്വരം. കണ്ടോ, അപ്പം അന്നത്തെ കാലം രാജാവ് പറഞ്ഞ ഞാൻ ദൈവമാണ്, ഞാൻ ഭൂമിയിൽ ഇറങ്ങിയ ദൈവം. That's what they are telling. So the largest temples and all were constructed by kings. പിന്നെ അതിനകത്ത് ആ ടെമ്പിളിനകത്ത് ലെസ് ഡിറ്റി, വേറെയും ഡിറ്റീസ് മീൻസ് സ്റ്റാച്യൂസ് ഓഫ് ഗോഡ്, ഒന്നുകൂടി ലെസ്, ഒന്നുകൂടി ചെറുത്, അത്ര ഇമ്പോർട്ടൻറ്റ്. മെയിൻ ഷ്രിനാണ് നടുവിലുണ്ടാവുക. അതുകൂടാതെ വേറെയും ഡിറ്റീസൊക്കെ ഉണ്ട് ഇൻ ദ ടെമ്പിൾ. അത് ആരൊക്കെയാണ്? അലീസ് മീൻസ് ഫ്രണ്ട്സ് ആൻഡ് സബോർഡിനേറ്റ് ഓഫ് ദ റൂളർ, ഇയാളെ കീഴിലുള്ള ആൾക്കാർ ഉണ്ടാക്കിയതാണ് അതൊക്കെ. സോ എന്തായാലും ഈ ടെമ്പിൾ എന്ന് പറയുന്ന ഇറ്റ് ഇസ് എ മിനിയേച്ചർ, ദ സ്മോൾ മോഡൽ ഓഫ് ദ വേൾഡ് റൂൾഡ് ബൈ ദ കിങ് ആൻഡ് ഹിസ് ആലീസ്, അതാ പറയുന്നത്. സോ ദേ വേർഷിപ്ഡ്, ഇറ്റ് സീം ദേ ബ്രോട്ട്, അവർ വേർഷിപ്പ് ചെയ്യുമ്പോൾ അവരെന്താ പറയുന്നത്? ഈ ദൈവത്തിനെ ഭൂമിയിലേക്ക് കൊണ്ടുവന്ന സമമാണെന്നാണ് പറയുന്നത് അന്നത്തെ രാജാക്കന്മാരൊക്കെ പറയുന്നത്. പക്ഷെ അതേസമയം ദീസ് ആർ ദ ഹിന്ദു ഗോഡ്സ് ആണ്. പക്ഷെ മുസ്ലിം സുൽത്താൻസ് ഒക്കെ പറയുന്നത് അവരങ്ങനെ ഞങ്ങൾ ദൈവമാണ് അതൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ വൺ ക്രോണിക്കിൾ, പേർഷ്യൻ കോർട്ട് ക്രോണിക്കിൾ, അത് അയാൾ എന്താ എഴുതിയത്? ഈ സുൽത്താൻസ് പറഞ്ഞ ഷാഡോ ഓഫ് ഗോഡ്. പക്ഷേ സുൽത്താൻസ് പറഞ്ഞിട്ടില്ല ഞങ്ങൾ ദൈവമാണ്, ലൈക്ക് ദ ഹിന്ദു റൂളേഴ്സ് ഇവർ പറയുന്നത്. പക്ഷേ ക്രോണിക്ലർ എഴുതിയത് എന്താണ്? ദേ ആർ ദ സുൽത്താൻസ് വേർ ദ ഷാഡോ ഓഫ് ദ ഗോഡ്. അതാണ് ഒരു ഇൻസ്ക്രിപ്ഷൻ, ഒരു കൊത്ത് പണിയുണ്ട് ഈ ഒരു കുവാത്ത് അൽ ഇസ്ലാം എന്ന് പറഞ്ഞ ഒരു മോസ്കിൻ്റെ അകത്ത്, അതൊരു കൊത്ത് പണീൻ്റെ അകത്താണ് എഴുതിയത് ക്രോണിക്കിള്, ദാറ്റ് ദ സുൽത്താൻസ് ആർ ദ ഷാഡോ ഓഫ് ദ ഗോഡ്, അതായത് ദൈവത്തിൻ്റെ നിഴലാണെന്നാണ് ഇവർ. So what they are telling in that inscription, God has chosen Alauddin as the king, and he had the qualities of Moses and
സോളമൻ്റെയും മോസസിൻ്റെ ഒക്കെ സ്വഭാവമുണ്ട് എന്ന്. ഈ സോളമൻ മോസസ് എന്ന് പറയുന്നത് എന്താണ്? അന്നത്തെ കാലം ഗ്രേറ്റ് law givers of the past. The greatest lawgiver and architect was God himself. അല്ലേ? ദൈവം തന്നെയാണ് greatest lawgiver and architect. അത് നിങ്ങൾക്കറിയാം. He created the world. അതാണ് പറയുന്നത്. ആൻഡ് ഇൻട്രൊഡ്യൂസ് ഓർഡർ ആൻഡ് സിമെട്രി എന്നാണ് പറയുന്നത്. സോ ആസ് ന്യൂ ഡിനസ്റ്റി ഇങ്ങനെ ഓരോ എംപയേഴ്സ് ഒക്കെ വരുന്ന കോളം കിങ് വാണ്ടഡ് ദിയർ മോറൽ റൈറ്റ് ടു ബി റൂളേഴ്സ്. കണ്ടോ? കൺസ്ട്രക്ടിങ് പ്ലേസസ് ഓഫ് വർഷിപ്പ്, provided the rulers the chance of proclaiming their close relation with God. കണ്ടോ? ഇങ്ങനെ ഓരോ ടെമ്പിൾസ് ഒക്കെ ഉണ്ടാക്കുന്ന കോളം അവർക്ക് ആ ഗോഡായിട്ടുള്ള റിലേഷൻ ഒന്നുകൂടെ അടുക്കും വരുന്നു എന്നാണ് പറയുന്നത്. എസ്പെഷ്യലി ഇമ്പോർട്ടൻറ്റ് ഇൻ ആൻ ഏജ് ഓഫ് റാപ്പിഡ് പൊളിറ്റിക്കൽ ചേഞ്ച്. കണ്ടോ? So they transformed their capitals and cities and all as cultural centers. ഈ ടെമ്പിൾസ് ഒക്കെ വരുമ്പോൾ അതൊക്കെ കൾച്ചറൽ സെൻറ്റേഴ്സ് ആയിട്ട് മാറും. Now another thing is that വേറൊരു അട്രാക്റ്റീവ് തിങ് ഇസ് ദാറ്റ് റിസർവോയേഴ്സ് എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ ഒരു ടാങ്ക്, ഒരു മാൻമെയ്ഡ് ടാങ്ക്, അതിനാണ് റിസർവോയർ എന്ന് പറയുന്നത്. അത് ഒരുവിധം എല്ലാ മോസ്കിൻ്റെ മുന്നിലും ടെമ്പിളിൻ്റെ മുന്നിലും അത് ഉണ്ടാവും. കേട്ടോ? അതാണ് ദ നെക്സ്റ്റ്. അറ്റ് ദ സെയിം മേക്കിംഗ് പ്രഷ്യസ് വാട്ടർ അവൈലബിൾ ബൈ കൺസ്ട്രക്ടിങ് ടാങ്ക്സ് ആൻഡ് റിസർവോയേഴ്സ്. അത് ഹൈലി പ്രൈസ്ഡ്. അന്നത്തെ പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ റിസർവോയേഴ്സ് ഒക്കെ ബിൽറ്റ് ചെയ്ത്. ഒന്ന് സുൽത്താൻ ഇൽതുമിഷ്, he was respected by constructing a large reservoir outside Delhi Kuhna, ഒരു മോസ്കിന്റെ മുന്നിൽ. ഇറ്റ് വാസ് ദാറ്റ് reservoir was called as House Sultani or the King's Reservoir. അത് രാജാക്കന്മാർക്ക് മാത്രം ഉപയോഗിക്കേണ്ട റിസർവോയർ ആണ്. ദാറ്റ്സ് ഹൗസ് സുൽത്താനി ഓർ ദ കിങ്സ് റിസർവോയർ. റിസർവോയർ എന്ന് പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ടാങ്ക്, അതാണ് പറയുന്നത്, കുറച്ച് വെള്ളം. സോ ദാറ്റ് വാസ് അന്നത്തെ കാലം ഈ റിസർവോയർ ഒക്കെ ഉണ്ടാക്കുന്നതിനെ കൊണ്ട് ദേ വർ ഹൈലി പ്രൈസ്ഡ്. ഈ കിങ്സിനെയൊക്കെ ഹൈലി പ്രൈസ്ഡ്, അതായത് പുകഴ്ത്തി വെക്കുക. സോ ദാറ്റ് ഇസ് കോൾഡ് കിങ്സ് റിസർവോയർ. അതേമാതിരി സെയിം ടൈപ്പ് ഓഫ് ടാങ്ക് ആൻഡ് റിസർവോയേഴ്സ് യു ക്യാൻ നോട്ടീസ് ഇൻ ജമ്മി മസ്ജിദ്. അതിൻ്റെ മുന്നിലുണ്ട് ഒരു റിസർവോയർ. അതേമാതിരി ഗുരുദ്വാര പ്ലേസസ് ഓഫ് വേർഷിപ്പ് ഓഫ് ദ സിഖ്, അതിൻ്റെ മുന്നിലുണ്ട് റിസർവോയർ, വെള്ളം. നൗ ദ നെക്സ്റ്റ് വൺ ഇസ് വാട്ട്? വൈ വേർ ടെമ്പിൾസ് ടാർഗറ്റഡ്? അത് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ അതായത് അന്നത്തെ കാലമൊക്കെ രാജാക്കന്മാർ തമ്മ് ഫൈറ്റ് ചെയ്യുക, കീഴടങ്ങുക ഒക്കെ ചെയ്യുമ്പോൾ അവർ ആദ്യം ടാർഗറ്റ് ചെയ്യുന്ന ഇതിനെ മേലേക്കാണ്? ടെമ്പിൾസ് ആൻഡ് മോസ്കിൻ്റെ നേരേക്കായിരിക്കും അവർ ടാർഗറ്റ് ചെയ്യുക. പ്രത്യേക ടെമ്പിൾസ്. കണ്ട, വൺ എക്സാമ്പിൾ ദേ ആർ ടെല്ലിങ്. ഇൻ ദ ഏർലി 9th century when the Pandyan king ശ്രീവല്ലഭ ഇൻവേഡഡ് ശ്രീലങ്ക കടന്നു വന്നിട്ട് ആ ശ്രീലങ്കത്തെ രാജാവിനെ ഡിഫീറ്റ് ചെയ്തു. ശ്രീലങ്കത്തെ രാജാവാണ് കിങ് സേന 1. പണ്ടത്തെ കാലം സേന 1, സേന 2, സേന 3 അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ സേന 1 വാസ് എ കിങ് ഓഫ് ശ്രീലങ്ക. അപ്പോൾ ഈ പാണ്ഡ്യ കിങ് എന്ത് ചെയ്ത് അയാളെ ഡിഫീറ്റ് ചെയ്തിട്ട് ആദ്യം ഡിഫീറ്റ് ചെയ്ത് എന്താ അവർ ചെയ്യാന്നറിയോ? അവർ നേരെ ടാർഗറ്റ് ചെയ്യുന്ന ടെമ്പിൾസിലേക്കാണ്. ഹി റിമൂവ്ഡ് ഓൾ ദ വാല്യൂബിൾസ്. അവിടെ ഒരു സ്റ്റാച്ചു ഓഫ് ബുദ്ധ ഉണ്ടായിരുന്നു, മെയ്ഡ് ഓഫ് ഗോൾഡ് ഇൻ ദ ജ്വൽ പാലസ്. അത് കൊണ്ടുപോയി. പിന്നെ വേറെ ഗോൾഡൻ ഇമേജസ് ഇൻ വേരിയസ് മൊണാസ്ട്രീസിലൊക്കെ ഈ ഗോൾഡൻ ഇമേജസ് ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കൊണ്ടുപോയി. അതാണ് അന്നത്തെ കാല രാജാക്കന്മാർ ടാർഗറ്റ് ചെയ്യുക. ആദ്യം ആ റൂളറിനെ ഡിഫീറ്റ് ചെയ്താൽ ആദ്യം എന്താ ചെയ്യുന്നത്? ആ ടെമ്പിൾസത്തെ വാല്യൂബിൾസ് ഒക്കെ അവർ കവർച്ച ചെയ്ത് കൊണ്ടുപോകും. കണ്ട, അതാണ്. പക്ഷെ എന്ത് ചെയ്തു എന്നറിയാം? ഈ സേന 2 വന്നപ്പം അത് നേരെ തിരിച്ചു പിടിച്ചു. കണ്ട, സേന 2 ഓർഡേർഡ് ഹിസ് ജനറൽ ടു ഇൻവേഡ്. വീണ്ടും മധുര ഇൻവേഡ് ചെയ്ത് ക്യാപിറ്റൽ ഓഫ് പാണ്ഡ്യ. എന്നിട്ട് ആ ഗോൾഡ് സ്റ്റാച്ചു ഒക്കെ തിരിച്ചു പിടിച്ചു എന്നാണ് പറയുന്നത്. ആ ബുദ്ധൻ്റെ ഗോൾഡ് സ്റ്റാച്ചു, മറ്റേ ഗോൾഡ് സ്റ്റാച്ചു ഒക്കെ തിരിച്ചു പിടിച്ചു എന്നാണ് പറയുന്നത്. Similarly, in the 11th century also, when the Chola king Rajendra I built a Shiva temple in his capital, അയാൾ എന്താ ചെയ്തത്? അയാൾ എന്തൊക്കെയാണ് ഉപയോഗിച്ചത്? ഇവിടുന്നൊക്കെ ലൂട്ട് കട്ടെടുത്ത സാധനങ്ങളൊക്കെയാണ് ഉപയോഗിച്ചത്. കണ്ട, അവിടെ പറയുന്നത് എ സൺ പെഡസ്റ്റൽ ഫ്രം ദ ചാലുക്യയിൽ നിന്ന് എടുത്തത്, എ ഗണേശ സ്റ്റാച്ചു ആൻഡ് സെവറൽ സ്റ്റാച്ചു ഓഫ് ദുർഗ, എ നന്ദി സ്റ്റാച്ചു ഫ്രം ദ ഈസ്റ്റേൺ ചാലുക്യ, ആൻഡ് ഇമേജ് ഓഫ് ഭൈരവ ആൻഡ് ഭൈരവി
from the Kalingas of Orissa and a Kali statue from the പാലാസ് ഓഫ് ബംഗാൾ. കണ്ടോ, ഇതൊക്കെ അവിടുത്തെ രാജാക്കന്മാരെ ഡിഫീറ്റ് ചെയ്തിട്ട് കവർന്നെടുത്ത സാധനങ്ങളൊക്കെയാണ്. അപ്പം അങ്ങനെയാണ് ഈ ശിവ ടെമ്പിൾ ഉണ്ടാക്കാൻ ഉപയോഗിച്ച സാധനങ്ങളൊക്കെ, അവിടുന്ന് ഇവിടുന്നൊക്കെ കവർച്ച ചെയ്തെടുത്ത സാധനങ്ങളൊക്കെയാണ് അവർ ഉപയോഗിച്ചത്. കണ്ടോ, സെയിം വേ മമ്മൂദ് ഓഫ് ഗാസിനി ഓൾസോ എ കോണ്ടംപററി. വാട്ട് ഇസ് കോണ്ടംപററി മീൻസ്? അതേ സമയം രാജേന്ദ്ര ഫസ്റ്റ് ഭരിക്കുന്ന സമയത്ത് തന്നെയാണ് ഈ മമ്മൂദ് ഓഫ് ഗാസിനി ഭരിച്ചിരുന്നത്. അതിനാണ് കോണ്ടംപററി. അതേ സമയത്ത് ഭരിക്കുന്ന കാലഘട്ടത്തിനാണ് വീൽസെ കോണ്ടംപററി. അതേമാതിരി മുഹമ്മദ് ഗാസിനി എന്ത് ചെയ്ത്, ഈ പിന്നെ ഹിന്ദു രാജേന്ദ്രനെ ഡിഫീറ്റ് ചെയ്തപ്പം ടെമ്പിൾസത്തെ എല്ലാ വെൽത്ത്, എല്ലാ സ്വത്തും ഐഡൽസും ബിംബങ്ങളൊക്കെ ലൂട്ട് കവർന്നെടുത്തു. കണ്ടോ, ആൻഡ് വെരി അതിൻ്റെ നല്ല സോംനാഥ് ടെമ്പിൾ വാസ് ആൻ ഇമ്പോർട്ടൻറ്റ് ടെമ്പിൾ. ആ സോംനാഥ് ടെമ്പിളും അതിൻ്റെ അകത്തത്തെ ഇമേജൊക്കെ ഇയാൾ ലൂട്ട് ചെയ്തു. ആൻഡ് ഹി ബിക്കെയിം എ ഗ്രേറ്റ് ഹീറോ ഓഫ് ഇസ്ലാം. കണ്ടോ, സോ ദിസ് വാസ് വാട്ട് വൈ വേ ടെമ്പിൾ ടാർഗറ്റഡ്. അപ്പോൾ രാജാക്കന്മാരൊക്കെ അന്ന് ഡിഫീറ്റ് ചെയ്താൽ ആദ്യം ടാർഗറ്റ് ചെയ്യുന്ന ടെമ്പിൾസിലാണ്. സോ ദാറ്റ് മച്ച് ഐ വിൽ ടേക്ക്. നൗ ഗാർഡൻസ്, tombs and forts I will be continuing in the next class, children. So along with this video I will be giving you all few question answers also. Copy and study. Thank you, children.